ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ രാജീവൻ നമ്മളെ സുധീഷിനെ അപമാനിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സുധീഷ് ഒരു ഡ്രൈവറാണ്, അതൊരു തരം താഴ്ന്ന പണിയാണെന്നുള്ള രീതിയിൽ സുധീഷിനെ അങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേഡത്തിനെയും മോളെയും സ്കൂളിൽ കൊണ്ടുപോയി വിടണം, തിരിച്ച് ഭദ്രമായിട്ട് തന്നെ ഇവിടെ തന്നെ കൊണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിനോട് ഭയങ്കരമായിട്ട് അധികാരം സ്ഥാപിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ രാജീവൻ. എന്നിട്ട് ചാവിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് സുധീഷിന് വേണ്ടിയിട്ട്. സുധീഷിനാണെങ്കിൽ ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളാവുമെന്ന് വിചാരിച്ചിട്ട് സുധീഷ് ഒന്നും പറയുന്നില്ല കേട്ടോ. മാക്സിമം സുധീഷിനെ നന്നായിട്ട് തരം താഴ്ത്തി കെട്ടി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാജീവനും അരുണും കൂടി. ഒരു കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മളെ സുധീഷ് പാവം ഇതൊക്കെ കേട്ടിട്ട് ചാവിയൊക്കെ മേടിച്ചിട്ട് മേഡത്തിനെയും അതുപോലെ തന്നെ മോളെയും സ്കൂളിലേക്ക് ആക്കാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ രാജീവൻ ചിരിക്കുന്നുണ്ട് അരുണിനെ നോക്കിയിട്ട്. അവൻ വെറും ഒരു ഡ്രൈവർ, അവൻ തന്നെ തെളിയിച്ചു എന്നുള്ള ലെവലിലൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം ഡ്രൈവർ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ സുധീഷ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം അത് അവൻ്റെ ജോലി ആയതുകൊണ്ടാണല്ലോ അവനങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പം ആ ഒരു ലെവലിൽ നമ്മളെ സുധീഷിനെ നന്നായി തരം താഴ്ത്തിയാണ് നമ്മളെ രാജീവൻ സംസാരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അരുൺ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവനെയൊക്കെ വെല്ലുവിളിക്കാൻ അച്ഛൻ ഇതിന് ഒരാഴ്ച സമയം കൊടുത്തു, വെറും 2 ദിവസം പോരായിരുന്നു, ഒരാഴ്ചയൊന്നും വേണ്ട. അരുണ് പറയുന്നുണ്ട് കേട്ടോ, നീ ഇവിടുന്ന് പോകും, നിന്റെ കൂടെ പോകുമ്പോൾ നിധിയൊന്നും ഉണ്ടാവില്ല, നീ ഒറ്റയ്ക്ക് തന്നെയായിരിക്കും ഇവിടുന്ന് പോവുക, നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊന്നും നടക്കാൻ വേണ്ടി പോകുന്നത്, നിന്നെ നിധി വരെ തള്ളിപ്പറയും, സുധീഷ് ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറയുന്നൊക്കെയാണ് ഇപ്പോൾ അരുണ് പറയുന്നത് കേട്ടോ. രാജീവനും അതുപോലെ തന്നെയാണ് പറയുന്നത്. ഞാനുമായിട്ടുള്ള നിന്റെ വെല്ലുവിളി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ നീ ഡ്രൈവറാണെന്ന് ഇപ്പം ഞാൻ തെളിയിച്ചു. ഇനി എനിക്ക് അധികം സമയമൊന്നും വേണ്ട എൻ്റെ കാര്യങ്ങൾ നീക്കാൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. തുറന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ രാജീവൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹരീഷിൻ്റെ കടയാണ് കാണിക്കുന്നത്. രാത്രി നമ്മളെ ഹരീഷും ടിറ്റോയും ചന്തു ഒക്കെ കട പൂട്ടാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ ടൂൾസൊക്കെ എടുത്ത് വെക്കുക കേട്ടോ. ചന്തുവിനാണെങ്കിലും ടിറ്റോയ്ക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവർ പെട്ടെന്നൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് പോകാമെന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഹരീഷ് സമ്മതിക്കുന്നില്ല കേട്ടോ. നാളേക്കുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാ വണ്ടിയും എടുത്ത് ഉള്ളിൽ വെച്ചിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് ഹരീഷ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ചന്തുവിനും ടിറ്റോയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തുള്ള കുളത്തിൽ പോയി കുളിച്ച് ഇവിടെ തന്നെ കിടക്കാമല്ലോ, എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതും ചെയ്തോ എന്നൊക്കെയാണ് ഹരീഷ് പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നീതു അങ്ങോട്ട് വണ്ടിയായിട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വണ്ടി വീണ്ടും കേടായി സ്റ്റാർട്ട് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്തുവും ടിറ്റോയും പറയുന്നുണ്ട്, അത് നന്നാക്കി കൊണ്ടുപോയ വണ്ടിയല്ലേ, പിന്നെ എങ്ങനെ അങ്ങനെ ഇരിക്കുക, അത് നന്നാക്കിയ ആൾ തന്നെ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം വണ്ടിക്ക് ഒരു കേടുമില്ല, നീതുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഹരീഷിനെ കാണാൻ വേണ്ടിയിട്ട് വരണം, അതിന് വെറുതെ ഒരു നമ്പർ ഇട്ടിട്ട് വരിക കേട്ടോ ആൾ ചെയ്യുന്നത്. അത് കേട്ട ഉടനെ നമ്മൾ ഹരീഷ് എന്ത് പണി ചെയ്തു, ടിറ്റോയും ചന്തുവിനോട് വേഗം വീട്ടിലേക്ക് പോകാം, അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പതുക്കെ പോയിക്കോളാം എന്ന് പറയുമ്പോൾ, ഏയ് വേണ്ട, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ രാവിലെ വന്നതല്ലേ എന്നൊക്കെയാണ് ഹരീഷ് പറയുന്നത്. ഹരീഷിന് നമ്മളെ നീതുവായിട്ടൊന്ന് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറയാട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മളെ ടിറ്റോയും ചന്തും ചോദിക്കുന്നുണ്ട്, ആദ്യം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇപ്പം എന്താ ഇങ്ങനെ മാറ്റി പറയുന്നത്. ഓ, എന്തായാലും നമ്മളെ മുതലാളിക്ക് രഹസ്യമായിട്ടുള്ള പണികൾ ഉണ്ടെന്ന് തോന്നുന്നു ചന്തു, നമുക്ക് എന്തായാലും പോയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകട്ടോ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മളെ ഹരീഷും നീതും മാത്രം കടയിൽ ഒറ്റയ്ക്കായി. അങ്ങനെ അവർ അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ പങ്കിടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഹരീഷ് തുറന്നൊന്നും പറയുന്നില്ല കേട്ടോ. നീതു ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഹരീഷ് ഇങ്ങനെ മാറിപ്പോകുന്നത്, എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ ആ കാര്യം പറഞ്ഞ ആ സമയത്തിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ മാറിയതെന്ന് എനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ നീതു ഇങ്ങനെ ലവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മളെ ഹരീഷ് പറയുന്നതെങ്കിലും നോട്ടവും ഭാവവും ഒക്കെ അവന് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ അവനൊന്നും അങ്ങോട്ട് തുറന്നു പറയുന്നില്ല. നമ്മളെ നീതു പറയുന്നത് പോലെ അത്ര അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ഹരീഷ് പറയുന്നില്ല. പക്ഷെ ഹരീഷിന് നല്ല ഇഷ്ടമാണ് നീതുവിനെ പോലെ തന്നെ, നീതുവിനേക്കാൾ ഏറെ ഇപ്പോൾ പ്രണയിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആളത്ര അങ്ങോട്ട് വിട്ടു തുറന്ന കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഹരീഷ്. അപ്പോൾ നമ്മളെ നീതുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം അവൾ ലവിൻ്റെ കാര്യം എടുത്ത് ചോദിച്ചിട്ടോ, ഏയ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഞാൻ ഇവിടുന്ന് പോട്ടെ എന്ന് ചോദിക്കും. ഏയ് പോകണ്ട, അതെന്താ ഞാൻ പോയാലേ, ഇതൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നല്ല കാര്യങ്ങൾ എന്ന് ഹരീഷ് പറയാട്ടോ. എന്തായാലും ഹരീഷിന് അങ്ങോട്ട് ഈഗോ ആണോ എന്താണെന്നറിയില്ല, ആൾ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും നീതുവിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോവാം, ഞാൻ വരാമെന്നൊക്കെ പറയുമ്പോൾ, ഏയ് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നീതു പോവാമെന്ന് വിചാരിക്കുമ്പോൾ ഹരീഷ് പറയും, ഏയ് നിൻ്റെ കൂടെ വരാമെന്നല്ല, നിൻ്റെ പിറകെ വരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെ നമ്മളെ നീതു അവളുടെ വണ്ടി എടുത്തിട്ട് മുന്നിൽ പോകുന്നുണ്ട്, ബാക്കിൽ നമ്മളെ ഹരീഷും വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി പാട്ട് സീനിലൂടെയൊക്കെയാണ് ഈ ഒരു സീന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നീതു ഇങ്ങനെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഹരീഷ് പിറകെ വരുന്നുണ്ട്. പക്ഷേ
നമ്മളെ നീതുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഹരീഷ് തുറന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇനി ആ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ വിട്ടൊഴിഞ്ഞ് വിഷയം മാറ്റല്ലേ ചെയ്തത്, അത് എന്തായിരിക്കും എന്നൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഹരീഷ് മുന്നിൽ ചാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ വിചാരിക്കുക അവനിത് എങ്ങോട്ടാ പോകുന്നതെന്ന്. പിന്നെ അവൻ സൈഡാക്കിയിട്ട് പറയുന്നുണ്ട്, നീ വിട്ടോ, ഇനി പോയാൽ നിന്റെ വീടെത്തില്ല, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. പോകുമ്പോൾ നമ്മളെ ഹരീഷിനെ നീതു ഒന്ന് സൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ ഹരീഷിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സീന് കഴിയും. മനസ്സിൽ ഭയങ്കരമായിട്ട് പ്രണയമൊക്കെ നിറഞ്ഞു തുളുമ്പിയിട്ടാണ് നമ്മളെ ഹരീഷും നീതും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് രാത്രി പോകുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീന് നമ്മളെ രാജീവിൻ്റെ വീട്ടിലെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്ന സീനാണ്. നമ്മളെ നിധിയും അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. കിട്ടുന്ന സമയമൊക്കെ നമ്മളെ രാജീവൻ നമ്മളെ സുധീഷിനെ തരം താഴ്ത്തി സംസാരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നിധിയുള്ള സമയത്ത് അവിടെയും ഇവിടെയും തൊടാതെയാണ് സംസാരിക്കുന്നതെങ്കിലും നന്നായിട്ട് പച്ചയ്ക്ക് പറയുന്ന രീതിയിലും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. എത്ര കാലമായി സുധീഷ് ഈ ഡ്രൈവർ പണി തുടങ്ങിയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ നിധിക്ക് അത്ര അങ്ങ് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അവളുടെ മുഖഭാവം കാണുമ്പോൾ സുധീഷിന് കൊള്ളുന്നത് പോലെ തന്നെ ചെറുതായിട്ട് നമ്മളെ നിധിക്കും സുധീഷിനെ അപമാനിക്കുന്നതൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് മനസ്സിലാവും, നിധിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും സുധീഷ് പറയുന്നുണ്ട് അതൊരു 5-6 വർഷമായി കാണുന്നു. പിന്നെ രാജീവൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നും ഈ പണി ചെയ്താൽ മതിയോ, ജീവിതത്തിലൊരു മുന്നേറ്റമൊക്കെ വേണ്ടേ, അപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിക്കൂടെ, ഈ പണിയൊക്കെ നിർത്തി നല്ലൊരു പണി തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കളിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. കോളേജ് കഴിഞ്ഞ് നേരെ ഡ്രൈവർ പണിക്ക് ഇറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവനിട്ടിട്ട് ഒന്ന് കൊട്ടിയതാണ്, പക്ഷെ അതൊക്കെ നമ്മളെ നിധിക്ക് ചെറുതായിട്ട് എവിടേക്കോ മനസ്സിലാവുന്നുണ്ട്. സുധീഷിന് പിന്നെ ആദ്യമേ മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ തനിക്ക് ഇട്ടിട്ടുള്ള പാരയാണെന്നുള്ളത്. പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ സന്തോഷം ഉള്ള ജീവിതം തന്നെയാണ്, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, പൈസയുടെ കാര്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോളൂ അല്ലേ നിധി, അതൊന്നും എനിക്ക് ശരിയാവില്ല, ബിസിനസ്സിലൊന്നും എനിക്ക് അത്ര അറിവില്ല എന്നൊക്കെ നമ്മളെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ രാജീവൻ പറയുന്നത്, ഞങ്ങളെയൊന്നും പ്രസവിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ട് വന്നതൊന്നുമല്ലല്ലോ, ഒരുപാട് പ്രാവശ്യം തെറ്റും പിന്നെയും തിരുത്തും പിന്നെയും തെറ്റും, അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും പഠിക്കുന്നത്. ഞാനും അരുണൊക്കെ ഇവിടെ ബിസിനസ് നടത്തി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ആളില്ലാതെ, അപ്പോൾ നീ ഒരു ബിസിനസ് അങ്ങ് ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സുധീഷിന് കാര്യം മനസ്സിലാവും. സുധീഷിനെ ഇട്ടിട്ട് പണിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് സുധീഷ് നൈസായിട്ട് പറയും, ഏയ് അതൊന്നും ശരിയാവില്ല. നിധിയും അത് തന്നെയാട്ടോ പറയുന്നത്. സംഭവം നിധിക്ക് കാര്യമൊന്നും അറിയില്ല, എന്നാലും നിധി പറയുന്നത്, ഏയ് അത് ശരിയാവില്ല, സുധീഷിന് അവിടെ കുടുംബവും പിന്നെ അതുപോലെ തന്നെ ജോലിയൊന്നും വിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അച്ഛാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നത്, എന്നാൽ മോളെ നമുക്ക് തിരുവനന്തപുരത്തൊരു ഇത് തുടങ്ങാം, കുഴപ്പമില്ല, സുധീഷ് സമ്മതിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുധീഷ് ഒരു തരത്തിലും ആ ഒരു കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല കേട്ടോ. കാരണം സുധീഷിന് അറിയാം ഇതൊരു നല്ല ഉദ്ദേശത്തിൽ പറയുന്ന കാര്യമല്ല, അച്ഛൻ അടുത്തൊരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അതിലും എന്തോ ഒരു ചതി വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സുധീഷ് വേണ്ട, എനിക്ക് പറ്റില്ല, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെയുള്ള രീതിയിലാണ് സുധീഷ് സംസാരിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മളെ രാജീവൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, എല്ലാ സഹായവും ഞാൻ ചെയ്യും, ആരും ഇല്ല എന്നുള്ള തോന്നൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഓ അടുത്ത പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സുധീഷിനോടാ കളിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാജീവൻ ഏതറ്റം വരെ കളിച്ചാലും സുധീഷ് എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല അല്ലേ. കാരണം സുഭാഷ് ഏട്ടനെ പോലെയൊന്നല്ല നമ്മളെ സുധീഷിനെ ഇട്ടിട്ട് ആരെങ്കിലും പണിഞ്ഞാൽ അതിൻ്റെ ഡബിളായിട്ട് സുധീഷിന് പണിയാൻ നല്ല രീതിയിൽ അറിയാം. അത് പഠിച്ചിട്ടുള്ള ആളുമാണ് സുധീഷ്. അതുകൊണ്ട് സുധീഷിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിധിയുടെ മുൻപിലൊന്ന് ആളാവാൻ വേണ്ടിയിട്ട് സുധീഷിനെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സുധീഷ് എടുത്ത് കഴിക്കി, വിളമ്പി കൊടുക്ക് ഹേമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നിധി പറയുന്നു, ഏയ് വേണ്ട, സുധീഷിന് വേണമെങ്കിൽ സുധീഷ് എടുത്ത് കഴിക്കട്ടെ, എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവൾ ചെയ്യുന്നത് സുധീഷിന് ഈ ഒരു അധികാരമുണ്ട് എന്നുള്ള ലെവലിലാണ് നമ്മളെ നിധി സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ സുധീഷ് എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളെ നിധി സുധീഷിന് വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. നിധി നന്നായിട്ട് സുധീഷിനെ അവളുടെ വീട്ടിൽ വന്നതിന് ശേഷം കെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവർക്കും ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്നാൽ കൂടി രാജീവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 2 കിലോയെങ്കിലും നീ വെയിറ്റ് കൂട്ടണം, ഭാര്യ വീട്ടിൽ വന്നിട്ട് മെലിഞ്ഞ് എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ. ഇതൊക്കെ സുധീഷിനെ ഇട്ടിട്ട് പണിയുന്നതാണ്, അല്ലാതെ യഥാർത്ഥ സ്നേഹം കൊണ്ട് പറയുന്നതല്ല. പിന്നെ നിധിയുടെ മുന്നിലൊന്ന് ആളാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം സുധീഷ് നമ്മളെ നിധിയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കാറിൽ വെച്ചിട്ട് അയാളോട് വെല്ലുവിളിക്കാനൊന്നും നിൽക്കേണ്ടില്ലായിരുന്നു, പറഞ്ഞതിനൊന്നും തിരിച്ചു പറയാതെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു,
വല്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയുടെ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം അവിടെ തൂങ്ങുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്തും മനോഹരമായ ചിരി. ഈ നരകത്തിൽ എനിക്ക് സന്തോഷം തരുന്നത് നിന്റെ ഈ ഒരു മുഖം മാത്രമാണ്, നിന്നോടൊപ്പം ഈ റൂമിൽ കഴിയുന്ന നിമിഷങ്ങൾ മാത്രമാണെന്നൊക്കെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്, നിധി എന്താ വരാത്തത്, വരാനുള്ള സമയമായല്ലോ, എന്താ വരാത്തതെന്ന് വിചാരിച്ചിട്ട് സുധീഷ് ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. നമ്മളെ നിധിയെ കാത്തിരിക്കുന്നുണ്ട്. ബെഡിൽ വിരിച്ച റോസാപ്പൂക്കളുള്ള വിരികൾ, റോസാപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയുടെ കൂടെ റൂമിൽ കിടക്കാലോ എന്നൊക്കെയുള്ള സന്തോഷമാണ് നമ്മളെ സുധീഷിന്. നിധിയാണെങ്കിൽ റൂമിലേക്ക് വരാനിരിക്കുക, അവിടെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടി ഹാളിൽ സോഫയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ നിധിയെ അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്റെ കാര്യം സംസാരിച്ചിരിക്കുകയായിരുന്നു മോളെ, അച്ഛൻ നിന്റെ കാര്യം പറയാണ്, നീ അവിടെ അനുഭവിച്ച കാര്യങ്ങൾ, നിന്റെ വീട് വളരെ ചെറുതാണ്, അവിടെ നിനക്ക് ശരിക്കും സന്തോഷമുണ്ടോ മോളെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അവിടെ സന്തോഷത്തിന് ഒരു കുറവുമില്ല, അവിടുത്തെ വീട് കുറച്ച് ചെറുതാണ്, ഇവിടുത്തെ അത്ര സൗകര്യങ്ങളില്ല എന്ന് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അവിടുത്തെ ആളുകൾ നല്ല മനസ്സുള്ളവരാണ്, അവർക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പം നമ്മളെ നിധിയോട് ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ട് നമ്മളെ രാജീവൻ സംസാരിക്കുന്നുണ്ട്, മോളെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എൻ്റെ മോളുടെ മനസ്സ് മനസ്സിലാക്കിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, അന്ന് നിന്നോടൊന്ന് തുറന്ന് സംസാരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ സുധീഷിൻ്റെ കാര്യങ്ങളൊക്കെ നീ തുറന്ന് പറയുമായിരുന്നു, ആ സൂര്യയെ കൊണ്ട് നിന്റെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിന്നെ ഞാൻ നിർബന്ധിക്കേണ്ടിയില്ലായിരുന്നു, നിനക്ക് അതൊക്കെ ഇറിറ്റേഷൻ ആയതുകൊണ്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇവിടെ വിട്ടു പോയത്, അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ നഷ്ടമായതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റിഗ്രറ്റോട് കൂടിയിട്ട് നമ്മൾ രാജീവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹേമ തടയുന്നുണ്ട്, എന്തിനാ ഇപ്പം അതൊക്കെ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞതല്ലേ, എന്തായാലും നമ്മളെ നിധി തിരിച്ചു വന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയും, അങ്ങനെയൊന്നും അല്ല, എനിക്ക് എന്തായാലും എന്തോ പോലെ നമ്മളെ മോള് ഇങ്ങനെയൊക്കെ അനുഭവിച്ചല്ലോ, ഞാൻ കാരണം എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ രാജീവൻ അങ്ങ് ഒരുപാട് അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. മോൾ എന്നോട് ക്ഷമിക്കണം, സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോളെ സർട്ടിഫിക്കറ്റ്സ് വരെ ഞാൻ കത്തിച്ചില്ലേ, എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കി തരാൻ നമ്മളെ സുധീഷിനല്ലേ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഓരോന്ന് പൊക്കിയടിച്ചൊക്കെ സുധീഷിനെ പറയുന്നുണ്ട്, റിഗ്രറ്റോട് കൂടി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാട്ടോ രാജീവന്, എന്തോ നിധിയുടെ മുന്നിൽ ഒരാളാവാൻ വേണ്ടിയിട്ടും നല്ല അച്ഛനായിട്ട് ചമഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വെറുതെ ഒരു ഉടായ്പ മാത്രമാട്ടോ രാജീവന്. മനസ്സിൽ വേറെ എന്തൊക്കെയോ തട്ടിപ്പുമായിട്ട് നിൽക്കുന്ന രാജീവനാണ്, വെറുതെ മോളെ മുന്നിൽ അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഹേമ പറയുന്നുണ്ട്, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം വലിയൊരു രീതിയിൽ ആഘോഷമായിട്ട് കഴിക്കാത്തതിൽ നിന്റെ അച്ഛന് വിഷമമുണ്ട്, നിന്റെ അച്ഛൻ ഇപ്പോൾ വിചാരിച്ച പോലെയല്ല, ആളാകെ മാറിപ്പോയെന്ന്. അന്നേരം നമ്മളെ നിധി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, സാന്ദ്രയുമായിട്ട് സംസാരിച്ച കാര്യം. സാന്ദ്ര പറയുന്നുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമാണ്, ഇതൊരു യഥാർത്ഥ കല്യാണമല്ല, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് നീ അച്ഛനോട് തുറന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ അച്ഛൻ നിന്നോട് കുറച്ചെങ്കിലും ഉള്ള ദേഷ്യം അത് മുഴുവനായിട്ട് മാറും, ഇവിടെ എല്ലാവർക്കും നീ പഴയതുപോലെ തന്നെ ആകും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയണോ വേണ്ടയോ എന്ന് നമ്മളെ നിധി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം, എല്ലാ സത്യങ്ങളും നിധി തുറന്ന് പറയുമോ, അഥവാ പറഞ്ഞാൽ തന്നെ ഇനി നടക്കാൻ പോകുന്നത് രാജീവൻ്റെ നീക്കങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം സുധീഷ് യഥാർത്ഥ ഭർത്താവല്ല, വെറുതെ ഒരു ഫേക്ക് മാരേജ് ആയിരുന്നു അവരുടേതെന്നും കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മളെ രാജീവിന് കാര്യങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കാരണം സുധീഷിനെ ശരിക്കും നമ്മളെ നിധി സ്നേഹിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പം അങ്ങനെയാവുമ്പോൾ സുധീഷിൻ്റെ വെല്ലുവിളി അവിടെ ഇല്ലാതാവും, രാജീവൻ ജയിക്കും. ഇതൊക്കെയാവും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിധി പറയാതിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. രാജീവനാണോ നമ്മളെ സുധീഷാണോ ജയിക്കാൻ പോകുന്നത്, പിന്നെ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും പ്രണയത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.